പാർട്ടികളുടെ മുദ്രകളില്ലാതെ, പ്രവർത്തകരുടെ ആവേശങ്ങളില്ലാതെ, ഗ്രൂപ്പുകളുടെ ഗർജനങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിനെ വായിക്കാൻ കഴിയുമോ? പൊതുജനത്തിന്റെ മനസ്സിനുള്ളിലേക്ക് കടന്ന് പ്രചാരണങ്ങളുടെ യഥാർത്ഥ ചലനങ്ങൾ പിടികൂടി വോട്ടർമാരുടെ നിശബ്ദത പ്രതികരണങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു അദൃശ്യ നിരീക്ഷണം സാധ്യമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ കെ കരുണാകരൻ അതിന് ഉത്തരം കണ്ടെത്തിയത് പോൾ വെബി എന്ന രഹസ്യ സ്ക്വാഡിന്റെ സഹായത്തോടെയാണ്. പ്രചാരണ വേദികളിൽ കാണാൻ കഴിയാത്ത രാഷ്ട്രീയ സത്യങ്ങളെ കണ്ടെത്താൻ ആരും തിരിച്ചറിയാത്ത സാധാരണക്കാരായി മാറിയ ഒരു സംഘം മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു. ചുവരുകളിലെ എഴുത്തുകളിൽ നിന്ന് വോട്ടർമാരുടെ മനസാക്ഷി വരെ, പാർട്ടികളിലെ ഉൾവഴക്കുകളിൽ നിന്ന് പ്രാദേശിക പ്രശ്നങ്ങളിലെ സ്പന്ദനങ്ങൾ വരെ, അവർ ദിവസവും ശേഖരിച്ച വിവരങ്ങൾ നേരിട്ട് കരുണാകരന്റെ മുന്നിലെത്തിച്ചു. ഈ രഹസ്യ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ദിശ തന്നെ മാറ്റിയ കഥയാണ് ഇനി തുറന്നു കാട്ടുന്നത്. പാർട്ടിയോ പ്രവർത്തകരോ ഗ്രൂപ്പുകളോ അറിയാതെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ, ചേരികളുടെയും ചേരിപ്പോരുകളുടെയും ഉള്ളിലേക്ക്, വോട്ടർമാരുടെ മനസ്സിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉണർച്ച തളർച്ചകളിലേക്ക്. തൃശൂരിൽ ഓർക്കാപ്പുറത്തുണ്ടായ വീഴ്ചയുടെ പാഠം ഉൾക്കൊണ്ടാകണം കെ കരുണാകരനാണ് തന്റെ മണ്ഡലത്തിലെ അലകളും ചുഴികളും അളക്കാൻ രഹസ്യസേനയായ പോൾ വെബിന്റെ സഹായം തേടിയത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മേൽ ചാരപ്രവർത്തനം നടത്തുക മാത്രമായിരുന്നില്ല ഈ സേനയുടെ ദൗത്യം. പ്രമുഖ എതിർചേരികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും കോട്ടകളും വിള്ളലുകളും എല്ലാം കണ്ടെത്തുകയും ഇവരുടെ പണിയായിരുന്നു. ആരോരും അറിയാതെ പൊതുജനത്തിൽ ഒരാളായി നിന്നുകൊണ്ട് 8-ാം തീയതി മുതൽ ഈ രഹസ്യ സ്ക്വാഡ് രംഗത്തുണ്ടായിരുന്നു. 14 പേരായിരുന്നു സംഘത്തിൽ. 10ഓളം പേർ പത്രപ്രവർത്തന വിദ്യാർത്ഥികൾ. 7 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പും ഓരോ നിയമസഭാ മണ്ഡലത്തിൽ വീതം ദിവസവും സർവേ നടത്തിക്കൊണ്ടിരുന്നു. നിർദ്ദേശങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും അടുത്ത ദിവസങ്ങളിൽ കൈക്കൊള്ളേണ്ട പുതിയ അടവുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട്. ഇതെല്ലാം ദിവസവും രാത്രി കരുണാകരന്റെ അടുത്തെത്തി. അതനുസരിച്ചായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും. സ്ക്വാഡ് വർക്ക് തിരുവല്ലംവാസി കോർഡിനേറ്റ് ചെയ്തു. നിഷ്പക്ഷവും വിമർശനാത്മകവുമായി റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ മെച്ചം. UDFക്കാർ ഉൾപ്പെടെ ആരും തിരിച്ചറിയാതിരുന്നത് കൊണ്ട് എവിടെയും കയറി ചെല്ലാനും പലതിനും ചെവിയോർക്കാനും ഇവർക്ക് കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലെ ചില ചോട്ടാ നേതാക്കളുടെ കളികളും ക്ലിക്കുകളും ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ റിപ്പോർട്ടിലുണ്ട്. പ്രചാരണ ചുമതല നൽകിയിരുന്നവരിൽ ആരൊക്കെ ഉത്തരവാദിത്വം നിറവേറ്റി, ആരൊക്കെ ഉഴപ്പി, ആരൊക്കെ പാറിയായി എന്നൊക്കെ ഇതിൽ നിന്നറിയാൻ കരുണാകരന് പ്രയാസമില്ല. പ്രചാരണ മുൻനിരയിൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കണമെന്നും ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നും കാര്യകാരണ സഹിതം ഇവർ റിപ്പോർട്ട് ചെയ്തു. ഓരോ പാർട്ടിയുടെയും ചുവരെഴുത്തുകളും നോട്ടീസ് വിതരണവുമായിരുന്നു സംഘം ആദ്യം നിരീക്ഷിച്ചത്. വെരിഫിക്കേഷൻ, സ്ക്വാഡ് പ്രവർത്തനം എന്നിവ പിന്നീട് പരിശോധിച്ചു. പ്രമുഖ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, പ്രചാരണങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനൊപ്പം സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പര്യടനങ്ങൾക്കും ഇവർ സാക്ഷികളായി. പാർട്ടികൾക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, വിവിധ സമുദായ സംഘടനകളുടെ മനസാക്ഷി, കള്ളവോട്ടുകൾക്കുള്ള സാധ്യത, പോളിംഗ് ശതമാനം എന്നിവയിലൂടെയെല്ലാം സംഘം കടന്നുപോയി. മണ്ഡലത്തിലെ പ്രധാന പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം യഥാസമയം കരുണാകരന് ധരിപ്പിച്ചതിലൂടെ പ്രചാരണ പര്യടനത്തിൽ അവ ആയുധമാക്കാൻ സഹായിക്കുകയും ചെയ്തു. പ്രവർത്തനം ഏകദേശം പൂർത്തിയാക്കിയ സംഘത്തിന്റെ ചില നിഗമനങ്ങൾ ഇങ്ങനെയാണ്. പോളിംഗ് ശതമാനം ഇക്കുറി ഉയരും. തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ശടിച്ച അമ്പൂരി, ഇരുമ്പ, അടിമലത്തുറ, പുളിങ്കുടി പ്രദേശങ്ങൾ പിന്നീട് ഒത്തുതീർപ്പിലെത്തിയത് ഒരു കാരണം. കൂടാതെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നായർ മുസ്ലിം സമുദായ വോട്ടുകൾ കൂടും. 30,000 പുതിയ വോട്ടുകളും ഇക്കുറിയുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം LDFന് കിട്ടും. സ്ത്രീകളുടെ വോട്ടുകളിൽ നല്ലൊരു പങ്ക് UDFന് പ്രതീക്ഷിക്കാം. പോളിംഗ് 70% കരുണാകരന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാം. LDF പല ഉൾപ്രദേശങ്ങളിലും കരുണാകരന്റെ സ്വഭാവ ഹത്യക്കാണ് ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് ഒരിടത്തും ഇടത് സ്ഥാനാർത്ഥി സുരേന്ദ്രനാഥിനെ വിമർശിച്ചിട്ടില്ല. സുരേന്ദ്രനാഥ് നല്ല മനുഷ്യനാണെന്ന് വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം കരുതുന്നുണ്ട്.
പക്ഷേ കാര്യപ്രാപ്തി കരുണാകരനാണെന്നും ഇവർ കരുതുന്നു. ആശാനെ കൊണ്ട് നാടിനെന്ത് പ്രയോജനമുണ്ടാക്കുമെന്ന ചിന്ത ചിലർക്കെങ്കിലുമുണ്ട്. കുടിവെള്ളമില്ലാത്തതാണ് ജനത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും ഗുരുതര പ്രശ്നം. അത് ഇടത് സർക്കാരിനെതിരെയുള്ള വിരോധമായി മാറുന്നു. വിലക്കയറ്റം, ജനകീയാസൂത്രണ പാളിച്ചകൾ, മദ്യനയം എന്നിവയും ഗ്രാമങ്ങളിൽ ഇടത്തിനെതിരെ വികാരമാക്കുന്നുണ്ട്. ഇത്തരമൊരു രഹസ്യ സ്ക്വാഡ് പ്രവർത്തിക്കുന്ന കാര്യം വളരെ വൈകിയെങ്കിലും LDF-കാരും UDF-കാരും അറിഞ്ഞെന്ന് വേണം കരുതാൻ. സംഘത്തെ സ്വാധീനിച്ച് കരുണാകരന്റെ നല്ല പുസ്തകത്തിൽ പേര് കണ്ടെത്താൻ കോൺഗ്രസ് പ്രവർത്തകരും അകറ്റി നിർത്താൻ ഇടതുപക്ഷ പ്രവർത്തകരും ശ്രമം തുടങ്ങിയതോടെ സംഘം പതിയെ പിൻവലിഞ്ഞു.